നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു നാടിൻ്റെ ഏറ്റവും വലിയ ആഘോഷം, ആ ഒരു വലിയ ആഘോഷം അതിനേക്കാൾ വലിയൊരു ദുരന്തമായി മാറുന്നത് എക്കാലത്തും മാറാത്ത വേദനയാണ്. നാളെ ഒരു കാലത്ത് അതേ സമയമാകുമ്പോൾ കൂടപ്പിറപ്പുകൾ എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാതെ മരണപ്പെട്ട ആ ഒരു ചങ്കുലയ്ക്കുന്ന സാഹചര്യം ഓർമ്മപ്പെടുത്തുന്ന ഒന്നായി മാറും. പിന്നെ അതൊരു ട്രോമയായിട്ട് നിൽക്കും. അങ്ങനെയൊരു തൃശ്ശൂർ പൂരം മാറുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടം ആശങ്കകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ വലിയൊരു ട്രോമയായി മാറുകയാണ്. തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിച്ചിട്ടുള്ള മുണ്ടത്തിക്കോട്ടെ ശാലയിലാണ് കഴിഞ്ഞ ദിവസം വലിയ സ്ഫോടനം നടക്കുന്നത്. 14ഓളം മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. 12 പേർ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. മരണപ്പെട്ടത് ആരെന്ന് പോലും കണ്ടെത്താൻ സ്ഥിരീകരിക്കാൻ കഴിയാത്ത ആശങ്ക വേറെയുമുണ്ട്. എന്തായാലും ആശുപത്രിയിൽ കഴിയുന്നവരിൽ 5 പേർക്ക് 70% പൊള്ളലേറ്റതായാണ് പുറത്തുവരുന്ന വിവരം. ഉച്ചതിരിഞ്ഞ് 3:30 ആരംഭിച്ച സ്ഫോടനം പരമ്പര 2 മണിക്കൂറുകളോളമാണ് കഴിഞ്ഞ ദിവസം ആശങ്കയിൽ തുടർന്നത്. അഗ്നിരക്ഷാസേനയടക്കമുള്ള രക്ഷാപ്രവർത്തകർ പ്രദേശത്ത് ഏറെ നേരം അടുക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ നോക്കി നിൽക്കേണ്ടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. വെടിക്കെട്ടുശാല പ്രവർത്തിച്ചതിന് സമീപത്തെ പാടശേഖരത്തിൽ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിക്കിടക്കുന്ന നിലയിൽ 500 മീറ്റർ അകലെ വരെ ശരീരഭാഗങ്ങൾ തെറിച്ചു വീണു എന്ന് പറയുമ്പോൾ ആ ഒരു അപകടത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാകും. തൃശൂർ നഗരത്തിൽ നിന്ന് 18 കിലോമീറ്ററിൽ അകലെയാണ് മുണ്ടത്തിക്കോട് പാതിരക്കോട് ക്ഷേത്രത്തിന് സമീപം കുട്ടക്കുളം പാടശേഖരത്തിന് നടുവിലുള്ള 5.5 ഏക്കർ ഒഴിഞ്ഞ പറമ്പിൽ ഇത്തരത്തിൽ വെടിക്കെട്ടുശാല പ്രവർത്തിച്ചിരുന്നത്. ആദ്യം തുടർച്ചയായ 2 വൻ സ്ഫോടനമുണ്ടായി. കിലോമീറ്ററുകളോളം അകലേക്ക് ശബ്ദം കേട്ടു. ഭൂകമ്പമാണെന്ന് കരുതിയ നാട്ടുകാർ പരിഭ്രാന്തരായിരുന്നു. പിന്നീട് പൊട്ടിത്തെറികൾ അവർ മനസ്സിലാക്കുന്നു ഇത് ഒരു സ്ഫോടനമാണ് എന്നുള്ളത്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന 12 ഷെഡുകളും അതിലുണ്ടായിരുന്ന വെടിക്കോപ്പുകളും പൂർണ്ണമായി കത്തിയമർത്തിട്ടുണ്ട്. മുണ്ടത്തിക്കോട് സ്വദേശി സതീശനായിരുന്നു വെടിക്കെട്ടിന്റെ ലൈസൻസി. ഇദ്ദേഹത്തിനും ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന സൂചന. 24-ന് നടക്കേണ്ട സാമ്പിൾ വെടിക്കെട്ടിനുള്ള സാമഗ്രികൾ ഏതാണ്ട് പൂർണ്ണമായി ഇവിടെ സൂക്ഷിച്ചിരുന്നു എന്നും റിപ്പോർട്ടുണ്ട്. പൂരം വെടിക്കെട്ടിനായി തയ്യാറാക്കിയിട്ടുള്ള വെടിക്കോപ്പുകളാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടത്. അതിനൊപ്പം ജീവനുകൾ പൊലിഞ്ഞുപോയത്. എന്തായാലും ഇത് കനത്ത സ്ഫോടനത്തിന് കാരണമായി എന്ന് പറയുമ്പോൾ അതിലേറെ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടുന്ന സാഹചര്യമാണ്. വെടിക്കെട്ടുശാലയിൽ 35 പേർക്കുള്ള ഭക്ഷണമാണ് ചൊവ്വാഴ്ച ഏർപ്പാടാക്കിയിരുന്നത്. അതായത് 35ഓളം പേർ അവിടെ ഉണ്ടായിരുന്നു എന്ന് സൂചന. എന്തായാലും ഇത്രയും പേർ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നതായിട്ട് കരുതുന്നുണ്ട്. ഇതിൽ ചിലർ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാകണം എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. തങ്ങാലൂർ പള്ളിപ്പെരുന്നാൾ ആയതിനാൽ കുറച്ച് പേർ പണിയിൽ അവധിയായിരുന്നു എന്നതും ആശ്വാസകരമാകുന്നുണ്ട്. സമീപത്തെ 50 വീടുകൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ജനൽ ചില്ലുകളും മറ്റും പൊട്ടിത്തെറിച്ച് വീടുകളിലുണ്ടായിരുന്നവർക്കും വലിയ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് സൂചന. മരിച്ചവരിൽ 3 പേരെ മാത്രമാണ് ഇതുവരെ തിരിച്ചറിയാനായത് എന്നുള്ളത് തൃശ്ശൂരുകാർക്ക് ഏറ്റവും വലിയ സങ്കടമായി മാറുന്നു. പാലക്കാട് കുമരനെല്ലൂർ മാടിപ്പുറത്ത് വീട്ടിൽ വാസുദേവൻ, തൃശൂർ കുണ്ടന്നൂർ മുതുകാട്ടിൽ വീട്ടിൽ സുബിത്, പഴയന്നൂർ വെന്നൂർ പറക്കൊണ്ടിൽ സുദർശനൻ എന്നിവരെയാണ് ഇപ്പോൾ നിലവിൽ തിരിച്ചറിഞ്ഞിരിക്കുന്ന ആ 3 പേർ. വെടിക്കെട്ടുശാലയിൽ എത്ര പേർ സ്ഫോടന സമയത്ത് കൃത്യമായി ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യത വന്നിട്ടില്ല എന്നാണ് ഔദ്യോഗിക കണക്കുകളും വ്യക്തമാക്കുന്നത്. എങ്കിലും ശാലയിൽ ജോലി ചെയ്യുന്നവർക്കായി കൊണ്ടുവന്ന 35 പേർക്കുള്ള ഭക്ഷണം അത് ഏകദേശം 35 പേരോളം അവിടെ ഉണ്ടായതായിട്ട് കണക്ക് കൂട്ടാൻ സഹായിക്കുമെന്നാണ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും തങ്ങാലൂർ പള്ളി പെരുന്നാൾ ആയതിനാൽ വലിയൊരു അപകട സാധ്യത കുറഞ്ഞു എന്നുള്ള ആശ്വാസം കൂടെ പുറത്തു വരുന്നുണ്ട്. സ്ഫോടനത്തിന്റെ ആഘാതം അത് സമീപത്തുള്ള ഏകദേശം 50ഓളം വീടുകൾക്ക് കാര്യമായ നാശനഷ്ടങ്ങളും സംഭവിക്കാൻ കാരണമായി എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നു. പല വീടുകളുടെയും മേൽക്കൂരകൾ തകരുകയും ജനൽ ചില്ലുകൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തതായാണ് സൂചന. ചില്ലുകൾ തെറിച്ച് വീണും ഭിത്തികൾ ഇടിഞ്ഞും വീടുകൾക്ക് വലിയ പരിക്കുകളും ഏറ്റിട്ടുണ്ട്. സ്ഫോടനമുണ്ടായ പാടശേഖരത്തിന് നടുവിലെ പ്രദേശം ഇപ്പോൾ വെണ്ണീർ മാത്രമുള്ള ശ്മശാന ഭൂമിയായിട്ട് മാറുന്നു. ഒന്ന് കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യം.
മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ശാലയിൽ സ്ഫോടനമുണ്ടായ സ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് ഓരോരുത്തരും. അതിൽ ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ എത്തിക്കഴിഞ്ഞു. സ്ഫോടനം നടന്ന സ്ഥലത്ത് നിലവിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡും പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ വ്യക്തതയ്ക്കായി കൂടുതൽ കഡാവർ നായ്ക്കളെ എത്തിച്ച് പരിശോധന തുടരുമെന്നാണ് സുരേഷ് ഗോപി MP അറിയിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രധാനമായും ഫോറൻസിക് പരിശോധനകൾക്കാണ് മുൻഗണന നൽകുന്നത്. അവിടെ നിന്നും ആവശ്യമായ സാമ്പിളുകൾ ശേഖരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സ്ഫോടനം നടന്ന സ്ഥലത്ത് ഇനിയും പൊട്ടാത്ത സ്ഫോടന വസ്തുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് വലിയ ആശങ്കയിൽ നിൽക്കുന്നു. ഇത്തരം വസ്തുക്കൾ സുരക്ഷിതമാക്കിയിട്ടുണ്ടോ എങ്കിലും അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത മുൻനിർത്തി അതീവ ജാഗ്രത പാലിക്കേണ്ടുന്ന പ്രദേശമാണ് ഇത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിലവിൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ മറ്റു നടപടികളുമായി മുന്നോട്ടു പോകുന്നതിന് ഹൈക്കോടതിയിൽ നിന്ന് അനുമതി നേടേണ്ടതുണ്ട് എന്നാണ് റിപ്പോർട്ട്. അനുമതി വാങ്ങുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മനസ്സിലാക്കുന്നുവെന്നും MP ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മാത്രമേ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകൂ എന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം ദേവസ്വം മന്ത്രി സ്ഥലം സന്ദർശിക്കുമെന്നും അദ്ദേഹം വന്നതിനു ശേഷം ബാക്കി കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമെന്നുമാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിച്ചത്. അതേസമയം തൃശൂർ പൂരം നടത്തിപ്പിൽ തീരുമാനം നാളെ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനയാണ് ദേവസ്വം മന്ത്രി അറിയിക്കുന്നത്. ദേവസ്വം ജില്ലാ ഭരണകൂട യോഗം നാളെ രാവിലെ 10:30 നടക്കാനാണ് സാധ്യത. യോഗം വിളിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതിനാൽ ദേവസ്വം മന്ത്രി VN വാസവനാണ് ഈ കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. നാളെ നടക്കുന്ന യോഗത്തിന് ശേഷമായിരിക്കും പൂരം നടത്തിപ്പിൽ തീരുമാനമുണ്ടാകുക എന്ന് അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നില്ല എന്നും ദേവസ്വങ്ങളുമായി കൂടിയാലോചന നടത്തിയ ശേഷമായിരിക്കും തീരുമാനമെന്നും അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. എത്ര പേർ അപകടത്തിൽപ്പെട്ടു എന്നതിൽ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സംഭവം നടന്ന സ്ഥലത്തു നിന്നും ഒരു മൃതദേഹാവശിഷ്ടം കഴിഞ്ഞ ദിവസം തെരച്ചിലിലൂടെ കിട്ടുന്നു. പൂരം കഴിയാതെ താൻ തൃശൂരിൽ നിന്നും മടങ്ങുന്നില്ല എന്നാണ് മന്ത്രി VN വാസവൻ അറിയിക്കുന്നത്. ദുരന്ത പശ്ചാത്തലത്തിൽ സ്പെഷ്യൽ ക്യാബിനറ്റ് ഇന്ന് നടക്കാനുള്ള സാഹചര്യവുമുണ്ട്. ചികിത്സയിലായതിനാലാണ് മുഖ്യമന്ത്രി സംഭവ സ്ഥലത്ത് എത്താത്തതെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആളുകളും സംഭവത്തിന്റെ തീവ്രത മനസ്സിലാക്കിക്കൊണ്ട് ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി എന്നിവരുൾപ്പെടെയുള്ളവർ അനുശോചനം അറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളോട് അഗാധമായിട്ടുള്ള അനുശോചനം അറിയിച്ചാണ് പ്രധാനമന്ത്രി പരിക്കേറ്റവർക്ക് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് Xൽ കുറിച്ചത്. ദുരന്തത്തിന് ഇരയായവർക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സാമ്പത്തിക സഹായവും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നൽകും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ സർക്കാർ സംവിധാനങ്ങളും ഏകോപിപ്പിച്ചു വരികയാണ്. അടിയന്തര സഹായമായി കളക്ടർമാർക്ക് 50 ലക്ഷം രൂപ കൈമാറിയതായാണ് റിപ്പോർട്ട്. തൃശൂർ RDOയുടെ നേതൃത്വത്തിൽ അപകടത്തെക്കുറിച്ച് മജിസ്റ്റീരിയൽ അന്വേഷണം ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പൂരത്തിന് തൊട്ടു മുൻപ് നടന്ന ദുരന്തവും അത് സൃഷ്ടിച്ച വലിയ നാശനഷ്ടങ്ങളും ഹൃദയഭേദകമാണ് എന്നും അതിവേഗത്തിലുള്ള രക്ഷാപ്രവർത്തനവും അടിയന്തര ചികിത്സയും സർക്കാർ ഉറപ്പാക്കുമെന്നും രാഹുൽ ഗാന്ധിയും ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും വളരെയധികം വേദനയിലാണ് ഇപ്പോൾ തൃശ്ശൂരിലെ ആ ഒരു പൂരപ്പറമ്പ് എന്ന് നമുക്ക് പറയേണ്ടി വരും.